നമസ്കാരം. നമ്മുടെ സ്കൂൾ കോളേജ് ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്ന് നമ്മൾ നേടിയെടുത്ത സുഹൃത്തുക്കളായിരിക്കും. നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കോട്ടങ്ങളും ചതികളും ഒരുപക്ഷെ നമ്മൾ സുഹൃത്തുക്കളെന്ന് വിചാരിച്ച പലരിൽ നിന്നും സംഭവിച്ചതുമായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേക അനുഭവങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഷെയർ ചെയ്യുക. ഇത്തരം മോശം സുഹൃത്തുക്കളുടെ ചതിയിൽപ്പെട്ട് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ പലരെക്കുറിച്ചും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ യഥാർത്ഥ സുഹൃത്തുക്കളാണോ എന്ന് അറിയേണ്ടത് അത്യാവശ്യമല്ലേ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഏറ്റവും നല്ലതെന്ന് പറയട്ടെ, 10 സിമ്പിൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിലെ യഥാർത്ഥ നിറം കണ്ടുപിടിക്കാൻ സാധിക്കും. എത്രയും വേഗം ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് റെഡിയായിക്കൊള്ളൂ. ഈ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. ഈ ഓരോ ചോദ്യങ്ങൾക്കും സത്യസന്ധമായ ഉത്തരം നൽകണം. ഓരോന്നിനും 5 ഓപ്ഷൻസ് ഉണ്ടാവും ആൻസറിൽ, A, B, C, D എന്നത്. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് A ആണ് തോന്നുന്നതെങ്കിൽ A എന്ന് മാർക്ക് ചെയ്യുക, B ആണെങ്കിൽ B, C ആണെങ്കിൽ C തുടങ്ങിയ രീതിയിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ റെഡിയല്ലേ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാൻ? ഞാൻ ചോദ്യങ്ങൾ തുടങ്ങുകയാണ്. നോട്ട്ബുക്ക് എടുത്ത് തുടങ്ങിക്കൊള്ളുക. ക്വസ്റ്റ്യൻ നമ്പർ 1. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ, ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുക, വീട്ടിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന സമയത്തൊക്കെ ഈ സുഹൃത്ത് എന്നെ എല്ലായ്പ്പോഴും വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ, തികച്ചും തെറ്റാണ്. ഈ സുഹൃത്ത് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓപ്ഷൻ ബി, അത് ശരിയല്ല. ആവശ്യത്തിന് അല്ലെങ്കിൽ വേണ്ടത്ര കൂടെ ഉണ്ടായിട്ടുണ്ട് ഈ സുഹൃത്ത് എന്ന് പറയാനൊന്നും പറ്റില്ല. ഓപ്ഷൻ സി, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓപ്ഷൻ ഡി, ചെറുതായിട്ടൊക്കെ ശരിയാണ്, മുഴുവൻ സമയമൊന്നും കൂടെ ഉണ്ടായിട്ടില്ല, എങ്കിലും ചിലപ്പോഴൊക്കെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓപ്ഷൻ ഇ, തികച്ചും ശരിയാണ്, ഈ സുഹൃത്ത് എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചോദ്യം ശരിയായി വായിച്ച് സത്യസന്ധമായിട്ട് ഉത്തരം നൽകുക. നിങ്ങളുടെ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, അതോ ഇ ആണോ എന്ന്. എന്നിട്ട് നോട്ട്ബുക്കിൽ ആ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 1 നേരെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. എനിക്ക് ഒരു വിഷയം അല്ലെങ്കിൽ പ്രശ്നം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സുഹൃത്ത് മറ്റെല്ലാം മാറ്റിവെച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നതിന് എൻ്റെ കൂടെ ഇരിക്കും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ഇത് തികച്ചും തെറ്റായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി, ഈ സ്റ്റേറ്റ്മെൻറ്റ് അത്ര ശരിയല്ല. ഓപ്ഷൻ സി, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓപ്ഷൻ ഡി, ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെറുതായിട്ടൊക്കെ ശരി തന്നെയാണ്. ഓപ്ഷൻ ഇ, ഇത് തികച്ചും പൂർണ്ണമായും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻസ് മാർക്ക് ചെയ്തല്ലോ അല്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഞാൻ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ സുഹൃത്ത് സത്യസന്ധമായിട്ടും എന്നെ കറക്റ്റ് ചെയ്യുന്നതിന് ശ്രമിക്കും. അവൻ അല്ലെങ്കിൽ അവൾ പറയുന്ന ഉപദേശം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും എന്നെ കറക്റ്റ് ചെയ്യുന്നതിന് ശ്രമിക്കും. ഓപ്ഷൻസ് നോട്ട് ചെയ്തോളൂ. ഓപ്ഷൻ എ, ഈ സ്റ്റേറ്റ്മെൻറ്റ് തികച്ചും തെറ്റാണ്. ഓപ്ഷൻ ബി, ഈ സ്റ്റേറ്റ്മെൻറ്റ് അത്ര ശരിയൊന്നുമല്ല. ഓപ്ഷൻ സി, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓപ്ഷൻ ഡി, ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെറുതായിട്ടൊക്കെ ശരിയാണ്, എൻ്റെ കുറ്റങ്ങൾ കണ്ടാൽ എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓപ്ഷൻ ഇ, ഇത് പൂർണ്ണമായും ശരിയാണ്, എൻ്റെ കുറവുകൾ അല്ലെങ്കിൽ തെറ്റുകൾ എന്നെ കറക്റ്റ് ചെയ്യാൻ എൻ്റെ സുഹൃത്ത് ആത്മാർത്ഥമായി ശ്രമിക്കാറുണ്ട്. ഓപ്ഷൻ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. എനിക്ക് ഒരു കാര്യം ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, ഉദാഹരണത്തിന് ഒരു സിനിമ കാണാൻ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് എന്നെ വിളിച്ചപ്പോൾ ഒക്കെ ഈ സുഹൃത്ത് എൻ്റെ തീരുമാനം അംഗീകരിച്ചു, എന്നെ അനാവശ്യമായി നിർബന്ധിക്കാറുമില്ല. ഇതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ഓപ്ഷൻ എ, ഇത് തികച്ചും തെറ്റാണ്. ഓപ്ഷൻ ബി, അത്ര ശരിയല്ല. ഓപ്ഷൻ സി, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓപ്ഷൻ ഡി, ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെറുതായിട്ടൊക്കെ ശരി തന്നെയാണ്. ഓപ്ഷൻ ഇ, ഈ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായും ശരിയാണ്. ശരി, ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. എനിക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ, ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു നല്ല സമ്മാനം നേടുകയോ ഒക്കെ ചെയ്തപ്പോൾ ഈ സുഹൃത്ത് ഹൃദയം തുറന്ന് ആഘോഷിക്കുകയും അല്പം പോലും അസൂയയില്ലാതെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ഈ സ്റ്റേറ്റ്മെൻറ്റ് തികച്ചും തെറ്റാണ്. ഓപ്ഷൻ ബി, ഈ സ്റ്റേറ്റ്മെൻറ്റ് അത്ര ശരിയൊന്നുമല്ല. ഓപ്ഷൻ സി, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓപ്ഷൻ ഡി, ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെറുതായിട്ടൊക്കെ ശരിയാണ്. ഓപ്ഷൻ ഇ, ഇത് തികച്ചും ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഈ 5th ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ ഓപ്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? നമുക്കിനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഞങ്ങൾ വഴക്കിട്ടപ്പോഴൊക്കെ ഈ സുഹൃത്ത് ശാന്തമായിരിക്കാൻ ശ്രമിക്കുകയും അനാവശ്യമായി കുറ്റം പറഞ്ഞ് നടക്കാതെയും മുഖം വീർപ്പിച്ച് നടക്കാതെയും ഒക്കെ ശ്രദ്ധിച്ച് പ്രശ്നങ്ങൾ വലുതാകാതെ സോൾവ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് മാർക്ക് ചെയ്തോളൂ. ഓപ്ഷൻ എ, ബി,
സി, ഡി അല്ലെങ്കിൽ ഇ. നമ്മൾ വളരെ വേഗത്തിൽ പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് എത്താം. ക്വസ്റ്റ്യൻ നമ്പർ 7. പുതിയ ചില കാര്യങ്ങളൊക്കെ നല്ലതിനായി ചെയ്യേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു വൃദ്ധസദനത്തിൽ പോയി അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുക തുടങ്ങിയവയൊക്കെ, ഈ സുഹൃത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പോസിറ്റീവ് എനർജി തരികയും എൻ്റെ കഴിവിൽ നല്ല വിശ്വാസം കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഓപ്ഷൻസ് മാർക്ക് ചെയ്തോളൂ. സത്യസന്ധമായിരിക്കണം. ഓപ്ഷൻ എ, ബി, സി, ഡി അല്ലെങ്കിൽ ഇ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. എനിക്കൊരു വിഷമം വന്നാൽ അത് ഏറ്റവും നന്നായി മനസ്സിലാക്കുവാൻ ഈ സുഹൃത്തിന് സാധിക്കും. ഓപ്ഷൻസ് എ, ബി, സി, ഡി അല്ലെങ്കിൽ ഇ. പെട്ടെന്ന് തന്നെ സത്യസന്ധമായി മാർക്ക് ചെയ്തോളൂ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഈ സുഹൃത്തിന് എന്നെക്കൊണ്ട് ഗുണമുള്ളപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയും അല്ലാത്ത സമയത്ത് അകന്നു നിൽക്കുകയും ചെയ്യുന്ന ശീലം നന്നായിട്ടുണ്ട്. ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഓപ്ഷൻസ് മാർക്ക് ചെയ്തോളൂ. എ, ബി, സി, ഡി ഓർ ഇ. വി ആർ ഇൻ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഈ സുഹൃത്തിൻ്റെ പ്രവൃത്തി മൂലം പലപ്പോഴും എനിക്ക് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരാറുണ്ട്. വെരി ഗുഡ്. ദിസ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ, ബി, സി, ഡി ഓർ ഇ. ഹാർട്ടി അപ്രീസിയേഷൻസ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സ്കോറിലേക്ക് നോക്കാം. നിങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്ന ഓപ്ഷൻ എ ആണെങ്കിൽ അതിന് 1 മാർക്ക് കൊടുക്കുക. ഓപ്ഷൻ ബിക്ക് 2, സി 3, ഡി 4 ആൻഡ് ഇ 5 മാർക്ക്. ഇങ്ങനെ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് മാർക്ക് ഇടുക. എന്നിട്ട് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുക. വെരി ഗുഡ്. ഇനി നമുക്ക് നിങ്ങളുടെ സുഹൃത്ത് നല്ലതാണോ മോശമാണോ എന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ ടോട്ടൽ സ്കോർ ചെയ്ത മാർക്ക് ഇഫ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ 40 ആൻഡ് 50, ഇത് ഒരു ഉത്തമ സുഹൃത്താണ് നിങ്ങൾക്കുള്ളത്. ഒരിക്കലും കൈവിടരുത് ഈ സുഹൃത്ത് ബന്ധം. ഇവരെ നമുക്ക് ഡിവൈൻ ഫ്രണ്ട്സ് എന്ന് വിളിക്കാം. ഇനി നിങ്ങളുടെ മാർക്ക് ബിറ്റ്വീൻ 30 ആൻഡ് 39 ആണെങ്കിൽ ഇവർ നല്ല സുഹൃത്ത് തന്നെയാണ്, ഏഞ്ചൽ ഫ്രണ്ട്സ് എന്ന് പറയാം. എന്നാലും ചില കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് ചെറിയ ചെറിയ കറക്ഷൻസ് നടത്തി മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഫ് ദ ടോട്ടൽ മാർക്ക് ഇസ് ബിറ്റ്വീൻ 20 ആൻഡ് 29, ദീസ് ആർ ഫ്രണ്ട്സ് അണ്ടർ ഒബ്സർവേഷൻ. ക്രിട്ടിക്കലി ഇവരെ വിലയിരുത്തുക. അത്ര നല്ലത് എന്ന് പറയാവുന്ന സുഹൃത്തുക്കളായിട്ടില്ല. ഗ്രാജുവൽ ഇംപ്രൂവ്മെൻറ്റ് കാണുന്നില്ലെങ്കിൽ അകലം പാലിച്ച് തുടങ്ങിക്കൊള്ളുക. ഇൻ ദി ലാസ്റ്റ് ഗ്രൂപ്പ്, ഇഫ് യുവർ സ്കോർ ഇസ് ബിലോ 19, ഇവർ നിങ്ങളുടെ വിശ്വസ്തരെയല്ല, ഇവിൾ ഫ്രണ്ട്സ് ആണ്. എത്രയും വേഗം ഇവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഇവർ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെയല്ല, ചതിയിൽപ്പെടും. ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ നൽകാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തിനെക്കുറിച്ചും 2 വാക്ക് കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക. സ്കൂൾ കോളേജ് ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ, നല്ല ഫ്രണ്ട്സ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.